നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വ്യാപകമായ മഞ്ഞുവീഴ്ചയെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്ത് ബ്രിട്ടൻ. ഈ വാരാന്ത്യത്തിൽ അന്തരീക്ഷ താപനില കുറയും. ബ്രിട്ടനിൽ സ്റ്റോം ക്ലോഡിയർ എത്തിയതോടെ ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും അതിശക്തമായ മഴയും വെള്ളപ്പൊക്ക ഭീഷണി. മുന്നറിയിപ്പുമായി ആംബർ. ലേബർ പാർട്ടിയിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബഡ്ജറ്റിൽ ആദായ നികുതി നിരക്കുകൾ ഉയർത്താനുള്ള പദ്ധതി ഉപേക്ഷിച്ച് റേച്ചൽ റീവ്സ്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്ക് തുടങ്ങി. ലണ്ടനിൽ കൺജക്ഷൻ ചാർജ് 18 പൗണ്ടായി ഉയർത്തുന്നു. ഇലക്ട്രിക് കാറുകൾക്ക് ഇനി കൺജക്ഷൻ ചാർജ്. ചൈനീസ് കാർ നിർമ്മാതാക്കൾ ഒമാഡോ യുകെയിലേക്ക് എത്തുന്നു. ബ്രിട്ടനിലെ ഇടത്തരം വലിപ്പമുള്ള എസ്യുവികളുടെ വിപണിയിൽ അടുത്ത വർഷം സജീവ സാന്നിധ്യം. ഒഹായോ ഗവർണറായി വിവേക് രാമസ്വാമിയെ പൂർണ്ണമായും പിന്തുണച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. വ്യാപകമായ മഞ്ഞുവീഴ്ചയെ സ്വാഗതം ചെയ്യാൻ ബ്രിട്ടൻ കാത്തിരിക്കുകയാണ്. ഈ വാരാന്ത്യത്തിൽ അന്തരീക്ഷ താപനില കുറയും. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ശരത്കാലത്തിന്റെ അന്ത്യപാദത്തിൽ ഏറെക്കുറെ മിതശീതോഷ്ണമായ കാലാവസ്ഥയായിരുന്നു ബ്രിട്ടനിൽ അനുഭവപ്പെട്ടത്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ വാരാന്ത്യത്തോടെ മഞ്ഞുവീഴ്ച ദൃശ്യമാകുമെന്ന റിപ്പോർട്ട്. ഇന്നലെ സ്കോട്ട്ലൻഡിലെ പല ഭാഗങ്ങളിലും മഞ്ഞുവീഴ്ച ആരംഭിച്ചിരുന്നു. വരുന്ന ആഴ്ചയുടെ മധ്യത്തോടെ രാജ്യവ്യാപകമായി മഞ്ഞുവീഴ്ചയുണ്ടാകും. അടുത്ത 10 ദിവസങ്ങൾ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നും മെറ്റ് ഓഫീസ് പ്രവചിച്ചിട്ടുണ്ട്. എല്ലായിടത്തും തന്നെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തണുപ്പ് അനുഭവപ്പെടും. നാളെ മുതൽ നല്ല രീതിയിലുള്ള മഞ്ഞുവീഴ്ച തുടരും. ആദ്യം സ്കോട്ടിഷ് മലനിരകളിലായിരിക്കും മഞ്ഞുവീഴ്ച ഉണ്ടാവുക. പിന്നീട് ഞായറാഴ്ചയോടെ ഹൈലാൻഡ്സിലും വടക്കൻ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ചില ഭാഗങ്ങളിലേക്കും അത് പടരും. തിങ്കളാഴ്ചയും വടക്കൻ സ്കോട്ട്ലൻഡിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും. ചൊവ്വാഴ്ചത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നീട് ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മഞ്ഞുവീഴ്ച തുടരുമെന്നും പ്രവചനങ്ങളിൽ വ്യക്തമാക്കുന്നു. അതേസമയം ക്ലോഡിയ കാറ്റിന്റെ പ്രഭാവത്താൽ ഇന്ന് രാജ്യത്തിന്റെ പലയിടങ്ങളിലും മഴ പെയ്യും. 2 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രിട്ടനിൽ സ്റ്റോം ക്ലോഡിയർ എത്തിയതിനെ തുടർന്ന് ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും അതിശക്തമായ മഴയും വെള്ളപ്പൊക്ക ഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് വെയിൽസ്, മിഡ്ലാൻഡ്സ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് തുടങ്ങിയ മേഖലകളിൽ ആംബർ മുന്നറിയിപ്പ് നൽകി. ചില പ്രദേശങ്ങളിൽ ഒരു ദിവസം കൊണ്ട് തന്നെ 1 മാസം ലഭിക്കേണ്ടതോളം മഴ ലഭിക്കുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 30 മുതൽ 150 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനിടയുണ്ട് എന്നാണ് പ്രവചനം. കനത്ത മഴയോടെ യാത്രാ തടസ്സങ്ങൾ, വൈദ്യുതി മുടക്കങ്ങൾ, റോഡുകളിലും നദീതടങ്ങളിലും വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കി. കമ്പയറിലെ കേശ് ക്യാമ്പ് സൈറ്റ് പ്രദേശത്ത് കാർലൈൻ നഗരത്തിലൂടെ ഒഴുകുന്ന ഈഡൻ നദീതീരത്തടക്കം 3 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും നിലവിലുണ്ട്. അപകടകരമായ കാലാവസ്ഥയിൽ യാത്ര ഒഴിവാക്കണമെന്നും ചെറിയ വെള്ളക്കെട്ടിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുതെന്നും AA ദുരന്ത നിവാരണ വിഭാഗം ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകി. ലേബർ പാർട്ടിയിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബഡ്ജറ്റിൽ ആദായ നികുതി നിരക്കുകൾ ഉയർത്താനുള്ള പദ്ധതി റേച്ചൽ റീവ്സ് ഉപേക്ഷിക്കുന്നു. ആദായ നികുതി സംബന്ധിച്ച പ്രകടന പത്രികയിലെ പ്രതിജ്ഞ ലംഘിക്കാനുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ചാൻസലർ ഉപേക്ഷിച്ചതായും റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ സഖ്യകക്ഷികൾ ഏത് നേതൃത്വത്തെ വെല്ലുവിളിയും നേരിടുമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ ഒരാഴ്ച നീണ്ടുനിന്ന വാക്പോരുകൾക്കൊടുവിലാണ് പുതിയ തീരുമാനത്തിലെത്തിയത്. ഉൽപാദനക്ഷമതയിലെ ഇടിവും ശൈത്യകാല ഇന്ധന അലവൻസുകൾ വെട്ടിക്കുറയ്ക്കലും വൈകല്യ ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് നയങ്ങളിലെ യൂടേണുകൾ മൂലമുണ്ടാകുന്ന കോടിക്കണക്കിന് പൗണ്ടിന്റെ നഷ്ടം നികത്തുന്നതിനും റീവ്സും സ്റ്റാമറും ഇപ്പോൾ നിരവധി ചെറിയ നികുതി വർധന നടപടികളെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്ക് തുടങ്ങി. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലെങ്കിലും പണിമുടക്കാതെ വഴിയില്ലെന്നാണ് BMA മേധാവി ന്യായീകരിക്കുന്നത്. 2008 അപേക്ഷിച്ച് ഡോക്ടർമാർക്ക് ലഭിക്കുന്ന തുക വളരെ കുറവാണെന്നും ഇത് പൂർണ്ണമായി തിരികെ നൽകാനുള്ള യാത്രാ പരിസമിതിയിൽ എത്തിയിരിക്കുകയാണെന്നും ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നും BMA ആരോപിക്കുന്നു. വർഷങ്ങളായി നഷ്ടമായ ശമ്പളത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ് നിലനിൽക്കുന്നതെന്നും BMA ചെയർമാൻ ഡോക്ടർ ടോം ഡോൾഫിൻ വ്യക്തമാക്കി. മറ്റ് പബ്ലിക് സെക്ടർ ജോലിക്കാരെ അപേക്ഷിച്ച് റെസിഡന്റ് ഡോക്ടർമാർ ഏറെ പിന്നിലാണെന്നും ഇദ്ദേഹത്തിന്റെ നിലപാട്. ഹെൽത്ത് സെക്രട്ടറി ശമ്പള വർധനവിൽ ഒരു യാത്രയാണെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ ബാക്കി ചുവടുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷം 29% വർധനവാണ് ഡോക്ടർമാർക്ക് ലഭിച്ചതെന്ന് ഗവൺമെന്റ് വാദിക്കുന്നു. പൊതുമേഖലയിലെ ഏറ്റവും വലിയ വർധനവാണ് ലേബർ ഗവൺമെന്റ് സമ്മാനിച്ചത്. ഇതിനുശേഷം സമരങ്ങൾ ഉണ്ടായില്ല എന്നും സ്ട്രീറ്റിന്റെ പ്രതീക്ഷയാണ് അട്ടിമറിക്കപ്പെടുന്നത്. BMA കാർട്ടൽ സംഘങ്ങൾ പോലെയാണ് പെരുമാറുന്നതെന്നും ഹെൽത്ത് സെക്രട്ടറി വിമർശിച്ചിട്ടുണ്ട്. കൂടാതെ യൂണിയന്റെ നിലപാട് ഭാവി NHSനെ അപകടത്തിലാക്കുമെന്നും സ്ട്രീറ്റിംഗ് കുറ്റപ്പെടുത്തുന്നു. UK തന്നെ തുടരണോ എന്ന ചിന്തയ്ക്ക് കടുപ്പം കൂട്ടുകയാണ് മലയാളികൾ എന്ന് റിപ്പോർട്ടുകൾ.
കുടിയേറ്റം കുറയ്ക്കാനായി സർക്കാർ കണ്ട പോംവഴിയായി പൗരത്വം കിട്ടാനുള്ള കാലം 10 വർഷമായി മാറ്റുമെന്ന പ്രഖ്യാപനം ഒരുതരം ചതിയാണെന്ന് പരിതപിക്കുകയാണ് അടുത്ത കാലത്തെ ബ്രിട്ടനിലെത്തിയ ഓരോ കുടിയേറ്റക്കാരും. അതിനാൽ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ കുടിയേറാൻ അവസരം കയ്യിലുള്ളവർ ആ നീക്കങ്ങൾക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ്. അതിനാൽ വീട് വാങ്ങാൻ ആലോചിച്ച് നിക്ഷേപമാക്കാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പണമൊക്കെ ബാങ്കിൽ തന്നെ സൂക്ഷിച്ച് വീട് വാങ്ങൽ പദ്ധതിക്ക് തന്നെ അവധി നൽകിയിരിക്കുകയാണ് പുതിയ തലമുറയിലെ മലയാളികൾ വലിയൊരു വിഭാഗവും. UK-യെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന വമ്പൻ ശമ്പളം, സൗജന്യ ചികിത്സയും വിദ്യാഭ്യാസവും, ഉയർന്ന മാനവികതയും, ഗുണനിലവാരമുള്ള ജീവിതം, മികച്ച രാഷ്ട്രീയം വഴി മികവുറ്റ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമെന്നതുമൊക്കെയാണ് തീർച്ചയായും പലർക്കും UK-യും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഒക്കെ ഇന്ത്യയിൽ നിന്ന് കാണുമ്പോൾ ആകർഷകമായി തോന്നുക. എന്നാൽ ഇത്തരം ആകർഷക ഘടകങ്ങളൊക്കെ അതിവേഗം ഇന്ത്യയുമായുള്ള താരതമ്യത്തിൽ വലിയ മാറ്റമില്ലെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് മാറപ്പെടുമ്പോൾ ജെൻ സി തലമുറയെ ഇനിയുള്ള കാലം ബ്രിട്ടനും പടിഞ്ഞാറൻ രാജ്യങ്ങളും ആവേശം കൊള്ളിക്കുമോ എന്ന ചോദ്യവും ഉയർന്ന കാലമാണിപ്പോൾ. ലണ്ടനിൽ തൊഴിലുടമകൾ അല്ലാതെ മൂന്നാം കക്ഷികളിൽ നിന്നും വായ്പ എന്ന രീതിയിൽ വേതനം വാങ്ങി വരുമാന നികുതി ഒഴിവാക്കുന്ന കരാർ ജീവനക്കാരെയും ഏജൻസി തൊഴിലാളികളെയും മുൻകാല പ്രാബല്യത്തോടെ വരുമാന നികുതി കുടിശ്ശിക ഈടാക്കാനായി 2017 ആരംഭിച്ച നികുതി പിടിക്കാനുള്ള പദ്ധതിയിൽ നിന്നും ഒഴിവാക്കി. വായ്പ എടുക്കുന്ന തുകയ്ക്ക് വരുമാന നികുതി ബാധകമല്ല. എന്നാൽ ഈ വായ്പകൾ തിരിച്ചടയ്ക്കപ്പെടുന്നില്ല എന്നതിലാണ് ഇത് നികുതി വെട്ടിക്കുന്നതിനുള്ള മാർഗമായി HMRC പരിഗണിക്കുന്നത്. എന്നാൽ നികുതി കുടിശ്ശിക പിരിക്കാനുള്ള നടപടികൾ തുടങ്ങിയതോടെ ഏകദേശം 10ഓളം ആത്മഹത്യകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു. ഇതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പെടുന്ന MP-മാർ ഇതിനെതിരെ ശബ്ദമുയർത്തി രംഗത്തെത്തി. ആളുകളെ പാപ്പരത്വത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന നടപടി എന്നാണ് MP-മാർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതിനു പകരമായി ഇപ്പോൾ HMRC അധികൃതർ മറ്റൊരു സെറ്റിൽമെന്റ് പദ്ധതി ആവിഷ്കരിക്കുകയാണ് എന്നും സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറെ കഷ്ടപ്പാടുകൾ ഉള്ളവർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന രീതിയിലുള്ളതായിരിക്കും ഈ പദ്ധതി. നിയമപരമാണെന്ന വിധത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഇത്തരത്തിലുള്ള വായ്പാ പദ്ധതികൾ കുടുങ്ങിയവർ 50,000-ഓളം ഉണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആളുകളെ ചേർക്കുമ്പോൾ കമ്മീഷൻ ലഭിക്കും എന്നതിനാൽ പ്രൊഫഷണൽ അക്കൗണ്ടന്റുകളായിരുന്നു ഈ പദ്ധതിയിൽ ആളുകളെ ചേർത്തിരുന്നത്. കൃത്യസമയത്ത് ഇത്തരം പദ്ധതികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ HMRCയും പരാജയപ്പെട്ടു. ഇതിൽ കുരുങ്ങിയവർ വർഷങ്ങളായി നൽകാത്ത നികുതി ഒറ്റത്തവണയായി പലിശ സഹിതം പിരിക്കാനുള്ള തീരുമാനമാണ് ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാക്കുന്നത്. ബ്രിട്ടീഷ് തലസ്ഥാനത്തെ കൺജക്ഷൻ ചാർജിൽ വരുന്ന ജനുവരി മുതൽ 20% വർധനവുണ്ടാകും. ലണ്ടൻ മേയർ സാദിഖ് ഖാൻ നിരക്ക് വർധനയ്ക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 2026 ജനുവരി 2 മുതൽ സെൻട്രൽ ലണ്ടനിലെ കാർ ഉടമകൾക്ക് പ്രതിദിനം 18 പൗണ്ട് വീതം നൽകേണ്ടതായും വരും. നിലവിൽ അത് 15 പൗണ്ടാണ്. ഇന്നലെ ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 2020 ശേഷം ഇത് ആദ്യമായാണ് കൺജക്ഷൻ ചാർജ് വർദ്ധിപ്പിക്കുന്നത്. ഇതോടെ തലസ്ഥാന നഗരിയിൽ പഴയ കാറുകൾ ഓടിക്കുമ്പോൾ അൾട്രാ ലോ എമിഷൻ സോൺ ചാർജായി 12.50 പൗണ്ടും പ്രതിദിനം 30.50 പൗണ്ടും അധികമായി ചെലവഴിക്കേണ്ടി വരും. ഒരു മാസത്തെ ശരാശരി പ്രവൃത്തി ദിനങ്ങൾ കണക്കാക്കിയാൽ ഒരു മാസം 253 ദിവസം സെൻട്രൽ ലണ്ടനിലേക്ക് കാർ ഓടിച്ചു പോകണമെങ്കിൽ 2025 ചെലവഴിച്ചതിനേക്കാൾ പ്രതിമാസം 759 പൗണ്ട് അധികമായി ചെലവഴിക്കേണ്ടതായി വരും. അതിനു പുറമെ 2023 മുതൽ ഇലക്ട്രിക് കാറുകളെ ചാർജിൽ നിന്നും ഒഴിവാക്കുന്നതിൽ നിന്നും ക്ലീനർ വെഹിക്കിൾ ഡിസ്കൗണ്ടും TFL നിർത്തലാക്കുകയാണ്. അതിനു പകരമായി വിവിധ ടയറുകളിൽ ഒരു പദ്ധതി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി രൂപപ്പെടുത്തും. നേരത്തെ ഇലക്ട്രിക് വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്ന ഓരോ മൈലിനും 3 പെൻസ് വീതം നികുതി ഏർപ്പെടുത്തുമെന്ന വാർത്തയും പുറത്തുവന്നിരുന്നു. ചൈനീസ് കാർ നിർമ്മാതാക്കളായ ഒമാട്ടോ UK-യിലേക്ക് എത്തുന്നു. ബ്രിട്ടനിലെ ഇടത്തരം വലിപ്പമുള്ള SUV-കളുടെ വിപണിയിൽ സജീവ സാന്നിധ്യമാകാൻ അടുത്ത വർഷം ആദ്യം എത്തുമെന്നാണ് ചൈനീസ് കാർ നിർമ്മാതാക്കളായ ഒമാട്ടോ സ്ഥിരീകരിച്ചത്. കയ്യിൽ ഒതുങ്ങാവുന്ന വിലയ്ക്ക് ആകർഷണീയമായ പുതിയ മോഡലുമായാണ് ഈ ചൈനീസ് കമ്പനി ബ്രിട്ടീഷ് വിപണി കീഴടക്കാൻ എത്തുന്നത്. അവരുടെ ഏറ്റവും പ്രസിദ്ധ മോഡലായ ഒമാട്ടോ 8 SUV-ക്കും ഒമാട്ടോ 5-നും ഇടയിൽ വരുന്ന ഒമാട്ടോ 7 SUV ആണ് കമ്പനി എത്തുന്നത്. 2026 ജനുവരിയിൽ ഇവ ബ്രിട്ടനിലെത്തും. ഉപഭോക്താക്കൾക്ക് അവർ മുടക്കുന്ന പണത്തിനൊത്ത മൂല്യം ലഭിക്കുന്നതാണ് പുതിയ മോഡൽ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 29,915 പൗണ്ട് മുതലാണ് ഇതിന്റെ വില ആരംഭിക്കുന്നത്. 2024 ഓഗസ്റ്റിൽ മാത്രമാണ് ഒമാട്ടോ UK വിപണിയിൽ എത്തുന്നത്.
എന്നാൽ ബ്രിട്ടീഷ് വിപണിയിൽ ചൈനീസ് കാറുകൾ തീർക്കുന്ന ഓളത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ഇതിനായിട്ടുണ്ട്. UK കാർ വിപണിയിൽ 1.45% ഒമോട്ടോയുടെ പങ്കെന്നാണ് SUMMTയുടെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. UK-യിൽ വിപുലമായ ഡീലർ നെറ്റ്വർക്കിലൂടെ ഒമാട്ടോ 7 ജനുവരി മുതൽ ബ്രിട്ടനിൽ ലഭ്യമാകും. ബ്രിട്ടനിലെ ജീവിതശൈലിക്കും ഡ്രൈവിംഗ് രീതികൾക്കും അനുയോജ്യമായ രീതിയിലാണ് പുതിയ ഒമാട്ടോ 7 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കമ്പനിയായ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ജഗ്വാർ ലാൻഡ് റോവറിൽ നടന്ന സൈബർ ആക്രമണത്തെ തുടർന്ന് നിർമ്മാണം നിലച്ചതിനാൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 3 മാസ കാലയളവിൽ ബ്രിട്ടീഷ് സമ്പദ്ഘടനയ്ക്ക് വളരാനായത് കേവലം 0.1% മാത്രമാണെന്ന് റിപ്പോർട്ട്. നവംബർ 26-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് പുറത്തുവിട്ട കണക്കുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. GDP-യിൽ സെപ്റ്റംബർ മാസത്തിൽ 0.1% ഇടിവുണ്ടായി എന്നാണ് കണക്ക്. ഹാക്കിങ്ങിനെ തുടർന്ന് കാർ നിർമ്മാണം കഴിഞ്ഞ 73 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് വന്നിരുന്നു. മോട്ടോർ വാഹനങ്ങൾ, ട്രെയിലറുകൾ, സെമി ട്രെയിലറുകൾ എന്നിവയുടെ നിർമ്മാണത്തിലുണ്ടായ 28.6% ഇടിവിനെ തുടർന്ന് മൊത്തം ഉൽപാദനത്തിന്റെ 2.0% കുറവ് ഉണ്ടായതായും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പറയുന്നു. എന്നാൽ സമ്പദ്ഘടനയുടെ തകർച്ചയിൽ സൈബർ ആക്രമണത്തിന് മുൻപേ ആരംഭിച്ചിരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റിൽ സൈബർ ആക്രമണത്തിന് മുമ്പ് തന്നെ 0.1% വളർച്ച പ്രതീക്ഷിച്ചിരുന്നിടത്ത് 0% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നിധി കണ്ടെത്തുന്നതിന്റെ എണ്ണം കൂടി വരികയാണ് എന്ന് റിപ്പോർട്ട്. മനുഷ്യപാദത്തിന്റെ ആകൃതിയിലുള്ള ഒരു വിളക്കും ഒരു ഇയർ വാക്സ് സ്കൂപ്പും അടക്കം നിരവധി അസാധാരണ വസ്തുക്കളാണ് അടുത്തിടെ ഒരു ഉത്ഖനനത്തിൽ നിന്ന് ലഭിച്ചത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിന്റെ പോർട്ടബിൾ ആന്റിക്വിറ്റീസ് സ്കീമിൽ താൽക്കാലികമായി രേഖപ്പെടുത്തിയ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് 2024-ൽ ഇംഗ്ലണ്ടിൽ നിന്നും 1446 അപൂർവ വസ്തുക്കൾ ലഭിച്ചു എന്നാണ്. തൊട്ടു മുമ്പത്തെ വർഷം ഇത് 1266 ആയിരുന്നു. ഇതിൽ ഏറ്റവും അധികം വസ്തുക്കൾ കണ്ടെടുത്തത് കിഴക്കൻ ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 388 അപൂർവ വസ്തുക്കളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്. മെറ്റൽ ഡിറ്റക്ടീസ്റ്റുകളായ എമ്മ യുവലിനെ പോലുള്ളവരെയാണ് ഇവരിൽ അധികവും കണ്ടെത്തിയത്. ആയിരക്കണക്കിന് പുരാവസ്തുക്കളാണ് എമ്മ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത്. ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ കണ്ടെത്തലുകൾ സഹായിക്കുമെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ലണ്ടനിലെ ചരിത്ര പ്രാധാന്യമുള്ള ഇന്ത്യ ഹൗസ് മഹാരാഷ്ട്ര സർക്കാർ ഏറ്റെടുക്കും. വിനായക് ദാമോദർ സവേക്കർ ഉൾപ്പെടെയുള്ള നിരവധി സ്വതന്ത്ര സമര പോരാളികൾക്ക് ഒരു കാലത്ത് അഭയമരളിയിരുന്ന ഇടമാണിത്. ഇത് ഏറ്റെടുത്ത് ഒരു സ്മാരകമായി സംരക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഹാരാഷ്ട്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആശിഷ് ഷെർലാൽ പറഞ്ഞു. തന്റെ ബ്രിട്ടീഷ് സന്ദർശനത്തിനിടെ ബ്രിട്ടനിലെ ഇന്ത്യക്കാരാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ കെട്ടിടത്തിലേക്ക് തന്റെ ശ്രദ്ധ ആകർഷിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാസിക് MLA ദേവയാനി ഫരാന്റെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ട ഒരു അവലോകന യോഗം ബുധനാഴ്ച നടന്നു. പൊതുഭരണം, സാംസ്കാരിക വകുപ്പ്, പുരാവസ്തു വകുപ്പ് തുടങ്ങിയവയിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത്. ഇന്ത്യ ഹൗസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി വിവിധ വകുപ്പുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ലണ്ടനിലെ ഇന്ത്യ ഹൗസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റിയോട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ സമർപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായി 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്താണ് ഇന്ത്യ ഹൗസ് പണിതത്. പിന്നീട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന വേദിയായി മാറി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒഹായോ ഗവർണറായി വിവേക് രാമസ്വാമിയെ പൂർണ്ണമായും പിന്തുണച്ചു. രാമസ്വാമിയെ സമ്പദ് വ്യവസ്ഥ വളർത്തുവാനും നികുതി കുറയ്ക്കുവാനും അമേരിക്കൻ ഊർജ ആധിപത്യം പ്രോത്സാഹിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിയുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഡാളസിൽ BA ഫാർമസി ഉൾപ്പെടെ 3 DFW കമ്പനികൾ 400-ലധികം തൊഴിലാളികളെ പിരിച്ചുവിടുന്നു. 2 ലൊക്കേഷൻ അടച്ചുപൂട്ടലുകളും നഷ്ടപ്പെട്ട സർക്കാർ കരാറുമാണ് പിരിച്ചുവിടലിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്ലാനോ, ഡില്ലാർനോട്സ്, DLH സൊല്യൂഷൻസ്, അപ്പോജി ആർക്കിടെക്ചർ മെറ്റൽസ് എന്നിവ ചേർന്ന് 449 പിരിച്ചുവിടലുകൾ നടത്തും. ചിലത് നവംബർ അവസാനത്തോടെ പ്രാബല്യത്തിൽ വരും. പ്ലാനോയിലെ വില്ലോ ബെൻസ് മാളിലെ ഡില്ലാർക്കിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ജനുവരി 12 മുതൽ അടച്ചുപൂട്ടും. ഇത് 93 പേരെ പിരിച്ചുവിടുമെന്നാണ് അനുബന്ധ വാൻ ലെറ്റർ പ്രകാരം പറയുന്നത്. ഐഫോൺ, ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് തുടർച്ചയായ ഒരു തട്ടിപ്പിനെ കുറിച്ച് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മുന്നറിയിപ്പ് നൽകി.
ടെസ്റ്റിംഗ് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും തട്ടിപ്പുകളിൽ ടെസ്റ്റിംഗ് സന്ദേശങ്ങളും AI ജനറേറ്റഡ് വോയിസ് സന്ദേശങ്ങളും ഉപയോഗിച്ച് തട്ടിപ്പുകാർ പൊതുജനങ്ങളെ ലക്ഷ്യം വെക്കുന്നത് തുടരുന്നതിനാണ് മുന്നറിയിപ്പ് നൽകിയത്. ചില സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും ഉപയോക്താക്കളെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ മുതൽ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ടെക്സ്റ്റ് സന്ദേശങ്ങളുടെയും AI ജനറേറ്റഡ് വോയിസ് സന്ദേശങ്ങളിലൂടെയും മുതിർന്ന US ഉദ്യോഗസ്ഥരെ വ്യാജമായി അവതരിപ്പിക്കുന്ന തട്ടിപ്പുകാരും ഇതിൽ ഉൾപ്പെടുന്നു. FBI അഭിപ്രായത്തിൽ നിലവിലുള്ളതോ മുൻ മുതിർന്ന US ഫെഡറൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയും അവരുടെ കോണ്ടാക്റ്റുകളെയും ഈ തട്ടിപ്പ് ലക്ഷ്യമിടുന്നു. ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥരിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്ന ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ആധികാരികമാണെന്ന് കരുതരുത് എന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥനെ അനുകരിക്കുവാനും ലക്ഷ്യത്തിന്റെ വിശ്വാസം നേടുവാനും തട്ടിപ്പുകാർ AI ജനറേറ്റഡ് വോയിസ് ടെക്സ്റ്റ് സന്ദേശങ്ങളും ഉപയോഗിക്കുന്നു. അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനെ അനുകരിക്കുന്നതിലൂടെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് ആക്സസ് നേടാമെന്നും സ്കാമർമാർ പ്രതീക്ഷിക്കുന്നു. തട്ടിപ്പിന്റെ ഭാഗമായി ഒരു പ്രത്യേക സന്ദേശത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് മാറുക എന്ന വ്യാജ വാചകത്തിൽ ഒരു ക്ഷുദ്ര ലിങ്ക് ഉൾപ്പെടുന്നു. ഹൈപ്പർ ലിങ്ക് പലപ്പോഴും ലോഗിൻ വിവരങ്ങൾ മോഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ലോഗിൻ പേജിലേക്ക് നയിക്കും. US ഉദ്യോഗസ്ഥർ നടത്തുന്ന വ്യക്തിഗതം അല്ലെങ്കിൽ ഔദ്യോഗിക അക്കൗണ്ടുകളിലേക്കുള്ള ആക്സസ് അവർ നേരിടുന്ന വിശ്വസനീയമായ കോണ്ടാക്ട് വിവരങ്ങൾ ഉപയോഗിച്ച് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെയോ അവരുടെ സഹകാരികളെയോ കോണ്ടാക്റ്റുകളെയോ ലക്ഷ്യം വെക്കാൻ ഉപയോഗിക്കാം. സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്കീമുകൾ വഴി നേടാൻ കോണ്ടാക്ട് വിവരങ്ങളോ ഫണ്ടുകളോ ശേഖരിക്കുന്നതിനും കോണ്ടാക്റ്റുകളെ അനുകരിക്കുന്നതിനും ഉപയോഗിക്കാമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ചില തൊഴിൽ മേഖലകളിൽ അമേരിക്കക്കാരെ പരിശീലിപ്പിക്കാൻ വിദേശ വിദഗ്ധരെ കൊണ്ടുവരുവാനും പരിശീലനത്തിനു ശേഷം അവരെ മടക്കിവിടാനുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ വ്യക്തമാക്കി. ചില മേഖലകളിൽ വിദേശ വിദഗ്ധരെ ആവശ്യമായതിനാൽ H-1B വിസ സമ്പ്രദായം തുടരുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശികളെ കൊണ്ടുവരുന്നത് US തുടരും. 47 വർഷം അമേരിക്കക്കാരെ പരിശീലിപ്പിച്ച ശേഷം അവർ മടങ്ങും. എന്നാൽ ഈ രീതിയിൽ സവിശേഷ വൈദഗ്ധ്യം നേടിയ വിദേശികളെ ഉടൻ നിയമിച്ചു തുടങ്ങില്ലെന്നും ബെൻസൺ വിശദീകരിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുവാനും H-1B വിസ ദുരുപയോഗം കണ്ടെത്താനുമുള്ള റെയ്ഡുകൾ US-ലെ വിവിധ സംസ്ഥാനങ്ങൾ തുടരുന്നതിനിടെയാണ് H-1B വിസ സമ്പ്രദായം അമേരിക്കയ്ക്ക് ആവശ്യമാണെന്നും ട്രംപ് പറഞ്ഞത്. H-1B വിസ ദുരുപയോഗം ചെയ്യുന്നതെന്ന് ആരോപിച്ച് 176 കമ്പനികൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.67 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.13 യൂറോ. ഒരു US ഡോളർ 88.73 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.32 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.31 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.26 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ ഏജൻസികൾ തകർത്തു. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനയുടെ ഭാഗമാണ് ഉമർ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുടുംബാംഗങ്ങളെ നേരത്തെ വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. ബന്ധുക്കളിൽ ചിലർ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്ന് പുലർച്ചെയാണ് വീട് തകർത്തത്. ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ നബിയാണെന്നും കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുമായി ഒത്തുനോക്കി സ്ഥിരീകരിച്ചിരുന്നു. ചെങ്കോട്ട കാർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട സംഘം 4 നഗരങ്ങളിൽ കൂടി ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. LNJP ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബിലാൽ എന്നയാൾ കൂടി മരിച്ചതോടെ ചെങ്കോട്ട സ്ഫോടനത്തിലെ മരണം 13ആയി. ഡോക്ടർ ഉമറും അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഖനായും ഡോക്ടർ ഷഹീൻ സയ്യിദും ഡോക്ടർ ആദിൽ അഹമ്മദും എന്നിവരും സ്വിറ്റ്സർലൻഡിലെ എൻസ്ക്രിപ്റ്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലൂടെ ഭീകര സംഘങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും 26 ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ചിരുന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അറസ്റ്റിലായവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ UPയിലെ ഹാംബൂർ GS മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫറൂഖ്, കാൺപൂർ GSVM മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി DM വിദ്യാർത്ഥി ഡോക്ടർ മുഹമ്മദ് ആരിഫ് മിർസ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഡൽഹിക്ക് പിന്നാലെ മുംബൈ വ്യോമപരിധിക്ക് സമീപവും വിമാനങ്ങൾക്ക് നേരെ GPS വഴിതെറ്റിക്കൽ ശ്രമം നടക്കുന്നതായി മുന്നറിയിപ്പ്. വിമാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഫ്ലൈറ്റ് റഡാർ 24 എന്ന ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റിലും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് GPS ജാമിംഗ് ശ്രമം നടക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങൾ വഴിതെറ്റിക്കുന്നതാണ് GPS സ്കൂപ്പിംഗ്.
രാജ്യാന്തര സംഘർഷങ്ങൾക്ക് അടക്കം നൽകുന്ന മേഖലകളിൽ ഭൂമിയിൽ നിന്ന് പ്രത്യേക ഉപകരണം ഉപയോഗിച്ചാണ് വ്യാജ സിഗ്നലുകൾ അയക്കുന്നത്. ഡൽഹിയുടെ ആകാശത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലം GPS സ്പൂഫിംഗ് ശ്രമം കണ്ടെത്തിയിരുന്നു. സിഗ്നലുകൾ പൂർണ്ണമായും വിലക്കുന്നതാണ് ജാമിംഗ്. ഇന്ത്യൻ കരസേനയ്ക്കായി ബുധായ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരുന്ന ചരക്കു വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചെന്ന് റിപ്പോർട്ട്. പ്രവർത്തന കേന്ദ്രമായ ജർമ്മനിയിലെ ലൈപ്സിഗിൽ നിന്നും അരിസോണയിലെ മെസാഗേറ്റ് വിമാനത്താവളത്തിലെത്തിയ ആന്റോനോവ് ചരക്കു വിമാനം അവിടെ നിന്നും ഇന്ത്യൻ കരസേനയ്ക്കുള്ള 3 AH-64E അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളുമായി ഈ മാസം 1 പറന്നുയർന്നത്. ഇന്ധനം നിറയ്ക്കുന്നതിന് ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വിമാനത്താവളത്തിൽ ഇറക്കിയ വിമാനത്തിന് തുടർന്ന് ഇന്ത്യയിലേക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചു എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. 8 ദിവസം വിമാനത്താവളത്തിൽ അനുമതി കാത്തുകിടന്ന വിമാനം തുടർന്ന് 8-ന് US മടങ്ങി. 6 AH-64E അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ നൽകാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ബോയിംഗ് ജൂലൈയിൽ ഇന്ത്യൻ കരസേനയ്ക്ക് 3 ഹെലികോപ്റ്ററുകൾ കൈമാറിയിരുന്നു. അന്ന് വ്യോമപാത ഉപയോഗിക്കാൻ തുർക്കി അനുമതി നൽകിയിരുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരം ബോയിംഗ് കമ്പനി ഈ മാസം കരസേനയ്ക്ക് 3 ഹെലികോപ്റ്ററുകൾ കൈമാറേണ്ടതാണ്. പുതിയ സംഭവത്തോടെ ഇത് വൈകുമെന്നാണ് സൂചന. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കെ സ്ഥാനാർത്ഥി തർക്കത്തിലും ഗ്രൂപ്പ് പോരിലും വലഞ്ഞ് മുസ്ലിം ലീഗ്. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ മുഖദാർ, കുറ്റിച്ചിറ, അരക്കിണർ, നല്ലളം, പയ്യനാക്കൽ, നദീനഗർ, മൂന്നാലിങ്കൽ, പന്നിയങ്കര, കോവൂർ ഡിവിഷനുകളിലാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിരുന്നു നീക്കമെങ്കിലും തർക്കം മൂലം നീട്ടിവെക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പട്ടിക പുറത്തിറക്കാനാണ് ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ ശ്രമം. സമവായ ശ്രമം വിജയിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിനും വിമത സ്ഥാനാർത്ഥികൾ രംഗത്തിറക്കുവാനും സാധ്യതയുണ്ട്. സമവായ ശ്രമത്തിന്റെ ഭാഗമായി 2 ഘട്ടമായി പട്ടിക പുറത്തിറക്കുന്നതായും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. UDFിലെ ധാരണയനുസരിച്ച് 25 സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത്. പാർട്ടി അനുമതി നൽകിയാൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാവി രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് ജില്ല. ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവാണ് ആര്യയുടെ ജീവിത പങ്കാളി. സച്ചിൻ ദേവ് കോഴിക്കോട്ടും മേയറുടെ ഭാരിച്ച ചുമതലകളുള്ള ആര്യ കുഞ്ഞുമായി തിരുവനന്തപുരത്തുമാണ് താമസം. ഈ സാഹചര്യത്തിലാണ് താമസവും രാഷ്ട്രീയ പ്രവർത്തനവും കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള താല്പര്യം. പാർട്ടി ഇക്കാര്യം സജീവമായി പരിഗണിക്കുന്നുവെന്നാണ് വിവരം. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയുമായാണ് ആര്യ 21-ാം വയസ്സിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായത്. 2022 സെപ്റ്റംബർ മേയറായിരിക്കെയായിരുന്നു SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സച്ചിൻ ദേവുമായുള്ള വിവാഹം. 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. MLA എന്ന നിലയിൽ സച്ചിൻ ദേവിന് ബാലുശ്ശേരിയും മേയർ എന്ന നിലയിൽ ആര്യയ്ക്ക് തിരുവനന്തപുരവും വിട്ടുനിൽക്കാനാവാത്ത സ്ഥിതിയായിരുന്നു ഇതുവരെ. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആര്യ. മന്ത്രിസഭയിൽ സമർപ്പിക്കാനായി മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പല ഫയലുകളും വകുപ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമെടുക്കേണ്ടതായിരുന്നു പല ഫയലുകളും. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും ഈ ഫയലുകൾ എത്തിയില്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ഈ ഫയലുകൾ മന്ത്രിസഭാ യോഗത്തിൽ എത്തിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഫയലുകൾ അടിയന്തരമായി മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയോട് ഓഫീസ് വകുപ്പ് സെക്രട്ടറിമാരോടും ആവശ്യപ്പെട്ടു. സുപ്രധാന വിഷയങ്ങളും വകുപ്പുകൾ തമ്മിൽ തർക്കമുള്ളതും കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായതുമായ ശുപാർശകളാണ് പൊതുവെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് എത്തുന്നത്. ഫയൽ ആദ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുമ്പോൾ അദ്ദേഹമാണ് ആവശ്യമായ മാറ്റങ്ങളോടെ മന്ത്രിസഭയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടുക. ഇതോടെ ഫയൽ വകുപ്പുകളിലേക്ക് തിരിച്ചുപോകും. ഇവ വകുപ്പിൽ നിന്നും ചീഫ് സെക്രട്ടറി വഴിയാണ് മന്ത്രിസഭയിൽ എത്തേണ്ടത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി കുറിപ്പെഴുതി വകുപ്പുകളിലേക്ക് തിരികെ പോയ ഫയലുകളാണ് പിന്നീട് വെളിച്ചം കാണാത്തത്. ഇനി സ്പോർട്സ്. IPL താരലേലത്തിനു മുന്നേ രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലെത്തി. പകരം രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ട് താരം സാംസ്കറിനും ചൈനയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിലും എത്തി. സഞ്ജു ജഡേജ കൈമാറ്റ കരാർ യാഥാർത്ഥ്യമായതായും ഇന്നലെ രാത്രി ക്രിക്കറ്റ് വെബ് പോർട്ടലായ ക്രിക്ക് ഇൻഫോഴ്സ് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. താര കൈമാറ്റത്തിൽ ചെന്നൈയും രാജസ്ഥാനും തമ്മിൽ ധാരണയായതും നേരത്തെ വാർത്തയായിരുന്നു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വൈകിയത് ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം 18 കോടി രൂപയ്ക്കായിരുന്നു രാജസ്ഥാൻ സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിയത്. ഇത്തവണ ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കില്ല. ഋതുരാജ് ഗെയ്വാദിന് കഴിഞ്ഞ സീസണിന്റെ പാതികാലത്ത് ക്യാപ്റ്റൻസി വീണ്ടും ഏറ്റെടുത്ത് MS ധോണി തന്നെ ഇത്തവണയും ടീമിനെ നയിക്കുമെന്നാണ് വിവരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപകമായ മഞ്ഞുവീഴ്ചയെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്ത് ബ്രിട്ടൻ. ഈ വാരാന്ത്യത്തിൽ അന്തരീക്ഷ താപനില കുറയും. ബ്രിട്ടനിൽ സ്റ്റോം ക്ലോഡിയർ എത്തിയതോടെ ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും അതിശക്തമായ മഴയും വെള്ളപ്പൊക്ക ഭീഷണി.
മുന്നറിയിപ്പുമായി ആംബർ. ലേബർ പാർട്ടിയിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബഡ്ജറ്റിൽ ആദായ നികുതി നിരക്കുകൾ ഉയർത്താനുള്ള പദ്ധതി ഉപേക്ഷിച്ച് റേച്ചൽ റീവ്സ്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്ക് തുടങ്ങി. ലണ്ടനിൽ കൺജക്ഷൻ ചാർജ് 18 പൗണ്ടായി ഉയർത്തുന്നു. ഇലക്ട്രിക് കാറുകൾക്ക് ഇനി കൺജക്ഷൻ ചാർജ്. ചൈനീസ് കാർ നിർമ്മാതാക്കൾ ഒമാഡോ യുകെയിലേക്ക് എത്തുന്നു. ബ്രിട്ടനിലെ ഇടത്തരം വലിപ്പമുള്ള എസ്യുവികളുടെ വിപണിയിൽ അടുത്ത വർഷം സജീവ സാന്നിധ്യം. ഒഹായോ ഗവർണറായി വിവേക് രാമസ്വാമിയെ പൂർണ്ണമായും പിന്തുണച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.